എന്താ കുഞ്ഞിന് ഫോട്ടോ. അപ്പൊ ഈ ഒരു അവസരത്തിലെങ്കിലും ചിലർ ചോദിക്കുന്നുണ്ട് എന്ത്, ആ ഇറങ്ങിപ്പോയ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നാട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുന്നില്ല. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു ഇതിന് എന്താ പറയാനുള്ളത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു പറയാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഇങ്ങനെ ഈ ഉമ്മ പറഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ മുന്നിട്ട് ഇറങ്ങുന്ന ആളാണ്. ഇതിൻ്റെ മുമ്പ് ഒരു 55 വയസ്സായ ഒരു സ്ത്രീ കിണറ്റിൽ വീണിട്ട് ഞാൻ ഓടുന്ന വണ്ടി ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഭയങ്കര പേപ്പറൊക്കെ ന്യൂസായി വന്നപ്പോൾ ഞാൻ കിണറ്റിലേക്ക് എടുത്ത് ചാടിയിട്ട് ആ അമ്മനെ രക്ഷിച്ചത് ഞാൻ ഇവിടെ ഇപ്പോൾ അടുത്തുകൊണ്ട് ഒരു വർഷം 2 വർഷമായി ഉണ്ടാവും. എനിക്ക് അതിന് കുറേ ഇതൊക്കെ കിട്ടിയതാണ്. പക്ഷേ എനിക്ക് ആൾക്കാർ എനിക്കൊരു അതിൻ്റെ സമ്മാനമോ കാര്യമൊന്നും വേണം, എനിക്ക് ദൈവം തരും. ഞാൻ ആൾക്കാർ പിന്നെ എനിക്ക് അതിന് വന്നിട്ട് എന്നെ അംഗീകരിച്ച് എനിക്ക് അതിനെ ഇതൊന്നും തരാം. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ദൈവം എനിക്ക് അതിനുള്ള കാര്യങ്ങൾ തന്നുകൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഞാനത് വേറെ എനിക്ക് അതിനകത്ത് ഒരു അവാർഡോ കാര്യമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് തരാൻ വേണ്ട. ഞാനത് പറയാനുണ്ട്. ഞാനിപ്പോൾ അടുത്തുകൊണ്ട് അമ്മൻ്റെ വീട്ടുകാരൊക്കെ എന്നെ പറഞ്ഞു, മോനെ എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ നിൻ്റെ ഇതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവരെ വിരിപ്പിൽ കളാണ്ടിത്താത്ത് അമ്മ കിണറ്റിലേക്ക് എടുത്ത് ചാടിയതാണ്. അതെന്തോ ഒരു വിഷയം ഉണ്ടായിട്ട് ചാടിയാണ്, വീണതല്ല. പിന്നീട് അറിഞ്ഞത് എടുത്ത് ചാടിയതായിരുന്നു. അതിനെ ഞാനാണ് പെട്ടെന്ന് അവിടെ ശരിക്കും കരച്ചിൽ കേട്ടിക്കന് അതിൽ പുറത്തേക്ക് ഓടി വന്നതാണ്. ഓടി വന്ന ടൈമിനാണ് എൻ്റെ ഓട്ടോയിൽ പോണത്. ഞാൻ അവിടെ നിർത്തിയിട്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് അമ്മനെ ഞാൻ രക്ഷിച്ചതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലൊക്കെ ഭയങ്കര ഒരു ഇതായി മാറിയതാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു പെട്ടെന്ന് വണ്ടിയിൽ വെച്ച് അങ്ങനെ സംസാരിച്ചപ്പോൾ ഷോക്കായി പോയിട്ടാണല്ലേ? അതെ. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് പിന്നെ പേടിയും. അതെ, പേടി. ഇപ്പം എന്താ പറയുക, നമുക്കിപ്പോൾ എന്ത് പറഞ്ഞാലും വാദി പ്രതിയാവുന്നൊരു ആ സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പേടിയുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഈ പോലീസുകാരെ പറ്റി ഇതൊക്കെ പറയുമ്പോൾ പിന്നീട് ഇങ്ങോട്ട് ഇവർ എന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് പിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. പിന്നെ എല്ലാതൊന്നും പറയാനില്ല. ഇപ്പോൾ ഞാനിപ്പോൾ അവരെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. സൂപ്രണ്ടിന് സംഭവിച്ചതും സ്റ്റേഷനിൽ പോലീസുകാരെ സംഭവിച്ചതൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദൈവം തീരുമാനിക്കുക, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഇത് ഓടിയിട്ടാണ് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം കഴിഞ്ഞ് പോകുന്നത്. എനിക്ക് 2 പെൺകുട്ടിയാണ്. ഇത് ഓടിയിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ കുട്ടീനെ കണ്ടല്ലോ അല്ലേ? ഫോട്ടോ എടുത്തപ്പോൾ ഫോട്ടോ കണ്ടു. കുട്ടീനെ കണ്ടപ്പോൾ എന്താ തോന്നിയ? ഒരു ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു. അതായത് 3 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? 3 ദിവസം ഉണ്ട്. പക്ഷേ കുഞ്ഞിൻ്റെ മേലെ ഒരു ചോര കുഞ്ഞി പോലാണ് അത് കണ്ടത്. അപ്പോൾ എനിക്കത് പൈതലെ പ്രസവിച്ച കുഞ്ഞ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയല്ലോ, പെണ്ണുങ്ങൾക്കില്ല. പിന്നെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു അതിൻ്റെ മേലെ ചോര പോലെ ഉണ്ട്. അത് ശരിക്കും 3 ദിവസം ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ 3 ദിവസമായെങ്കിലും ഒരു ചോരം തൊടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ് പ്രസവിച്ച കുഞ്ഞിനെ ചെയ്യേണ്ടതാണ്. അത് ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ആ ഫോട്ടോയിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കുട്ടിയെ ഒരു ആരോഗ്യമുള്ള പോലെ തോന്നിയിട്ടില്ല. അതായത് ഈ ഒരു സമയം കൊണ്ട് ഇവർ എന്തായാലും ഇങ്ങനെ ചെയ്യാൻ ആദ്യം മുതൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കുട്ടിക്ക് പാല് കൊടുത്ത് കാണുമോ? പാല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ വണ്ടിയിൽ നിന്ന് അത് കരയുമ്പോൾ പാല് കൊടുക്കുന്നു പറയുന്നുണ്ട്. ആണല്ലേ? ഉമ്മ പറയുന്നുണ്ട്. അപ്പോൾ പാല് കൊടുക്കുന്നുണ്ട്. ഉമ്മ പാല് കൊടുക്കുന്നുണ്ട്. എന്താ കുഞ്ഞിൻ്റെ ഫോട്ടോ.